ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇട്ടാ. ഗുഡ് മോർണിംഗ് വേണ്ടി വീഡിയോ ഇട്ടിട്ട് കുറേ നാളായില്ലേ. ഒരു മാസത്തിൻ്റെ മേലെ ഓരോരോ പ്രശ്നങ്ങളായിട്ട്. പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ ഫോണും കിട്ടില്ല, പിന്നെ രാവിലെ അതിനുള്ള സമയം കിട്ടാറില്ല, പിന്നെ ഹോസ്പിറ്റൽ കേസായി, എനിക്ക് വയ്യാണ്ടായി, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ഒന്നും ഇടാഞ്ഞ്. അതിനിടയ്ക്ക് എപ്പോഴോ 2 വീഡിയോ അപ്പോഴൊക്കെ ആയിട്ട് എടുത്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര തന്നെ ഉള്ളു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വന്നെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഒരു ഗൗരവത്തിലുള്ള സംസാരം കേട്ടോ. ഇന്നത്തെ വിഷയം അതാണ്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗൗരവമുള്ളതാണ്. തെറി പറഞ്ഞു ചൂടായി സംസാരിച്ചതൊന്നും പറയരുത്, മുൻകൂർ ജാമ്യം എടുക്കരുത്. ഇതിപ്പോൾ അങ്ങനെ പറയേണ്ട ഒരവസ്ഥ വന്നിട്ടാണ് പറയണത്. പിന്നെ വീഡിയോയിൽ കുടുംബക്കാരെ കുറിച്ച് പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ പറയണില്ലേ, അതിൻ്റെ വിഷയമല്ല. ഞാൻ ഉണ്ടായിരുന്ന നിങ്ങൾ പറയില്ലല്ലോ അല്ലേ. അപ്പോൾ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്കിത് പറയാതിരിക്കാനൊരു നിവൃത്തിയില്ല, അതുകൊണ്ട് പറയട്ടോ. ഈ എന്താ പറയുക, നാണോ മാനം എന്നൊക്കെ പറയണതില്ലേ, നമുക്കത് ജന്മനാ കിട്ടുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നാണോ മാനൊക്കെ നമുക്ക് ജനിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് അവരെത്രത്തോളം എന്താ പറയുക, നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും ഒരു അന്തസ്സ് ഉണ്ടാവില്ലേ, അങ്ങനെ പറയില്ലേ. ഞാനും തറവാട്ടിൽ പിറന്നവനാണ്, അന്തസ്സുള്ള വാപ്പാൻ്റെ മോനാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതേപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് എത്രകൊണ്ട് അന്തസ്സ് ഉണ്ടാവണോ അത്രത്തോളം ഉണ്ടാവും നമ്മളുടെ നാണോ മാനൊക്കെ അല്ലേ. ആ മക്കളുടെ നാണോ മാനൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ അന്തസ്സിനനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, അങ്ങനെ തന്നെ ആണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാണ്. എനിക്ക് 4 ആങ്ങളമാരുണ്ട്. ഈ 4 ആങ്ങളമാരെയും ഞാൻ വിളിക്കുന്നതോ അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എൻ്റെ ഒരു വിഷമം പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആങ്ങളുടെ ഭാര്യമാർ കാണാതെ എന്തെങ്കിലും ഒരു സ്വകാര്യം പറയുന്നതോ എൻ്റെ നാത്തൂമാർക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ആങ്ങളമാരെൻ്റേതല്ല എന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെ വിചാരിക്കാറ്. അവർക്കിഷ്ടമല്ല, അവരുടെ ഭാര്യമാർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ പെങ്ങളാന്ന് പറഞ്ഞിട്ട് അവകാശം പറഞ്ഞ് ചെല്ലുന്നിടത്ത് അതിനൊരു വിലയില്ലായ്മ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ആങ്ങളന്മാർക്ക് ഞാൻ വിളിക്കണതും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എൻ്റെ കാര്യങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയണതോ അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധം തന്നെ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് ക്ലോസ് ആക്കും. കാരണം നമ്മൾ അറിയുന്നുണ്ടാവില്ല, അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നമ്മളെ ചൊല്ലി വഴക്കുണ്ടാക്കണത് ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടാവില്ല. നമ്മുടെ ആങ്ങളെയാണല്ലോ, നമുക്ക് പറയാൻ അവകാശപ്പെട്ട ഒരാളാണല്ലോ, നമ്മൾ തളർന്നാൽ താങ്ങേണ്ട ആളാണല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാവും നമ്മളൊരു ഉമ്മ വാപ്പാക്ക് ഒരു ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് വന്ന ആൾക്കാരാണല്ലോ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ. ഇപ്പം ഞാൻ ചെന്നിട്ട് എൻ്റെ ആങ്ങളമാരടുത്ത് എന്തെങ്കിലും പറയുന്നുണ്ടാവുക, അപ്പോൾ അത് അവരുടെ ഭാര്യമാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ എന്ത് ചെയ്യണം? അവരെ കുടുംബജീവിതം തകർക്കാതെ ഞാൻ മാറി നിന്നോളണം, വേണ്ടേ? അപ്പോൾ അങ്ങനെ അതാണ് അന്തസ്സ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് നാണോ മാനം എന്നൊക്കെ പറയുന്നത്. അതാണ്. ഇനിയിപ്പോൾ നമ്മൾ പിന്നെയും അവരെ അല്ലെങ്കിൽ ഇറിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അവളെ ഇഷ്ടമൊന്നും അതൊന്നും ഇപ്പം എനിക്ക് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചെല്ലുന്ന ആ ഒരു സന്ദർഭത്തിനെ അങ്ങനെ എപ്പോഴും ചെന്നിട്ട് വയലൻ്റായിട്ട് നമ്മൾ ആങ്ങളുടെ ഭാര്യ എന്നോട് നേരിട്ടൊരു യുദ്ധത്തിന് വരുന്നത് വരെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണത് അതെൻ്റെ നാണല്ലായ്മ എന്നിട്ടാണ് ഞാൻ കാണണം, വേണ്ട. അപ്പം അതുപോലുള്ളൊരു വിഷയമാണ് ഇവിടെ പറയാൻ പോണത്.
അപ്പോൾ ഞാൻ എൻ്റെ ആങ്ങളമാരെ വിളിച്ചിട്ട് അവർ വർത്താനം ഉണ്ടാക്കിയതൊന്നല്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. പക്ഷെ സംഭവം ഇപ്പം ഇവിടുത്തെ ഒരു സംഭവം പറയുകയാണ്, ഇവിടെ ഉണ്ടായൊരു സംഭവം പറയാൻ പോവാണ്. ഇവിടെ ഒരു 2 കുട്ടികളായിട്ട് ഒരു പെണ്ണ് ജീവിച്ച് വരും. ഭർത്താവും ഉണ്ട്. ഭർത്താവാണെങ്കിലോ ഈ അന്യ പെണ്ണുങ്ങളോട് ഇത്തിരി അങ്ങോട്ട് ചായ്വണം. ഭാര്യക്ക് ഒരു റെസ്പെക്റ്റും വിലയും നിലയൊന്നുമില്ല, അല്ലെങ്കിൽ മക്കൾക്കില്ല. അന്യ പെണ്ണുങ്ങൾ എപ്പോഴും അന്യ പെണ്ണുങ്ങളോടുള്ള ആ ഒരു ഇതാണ്, എന്താ പറയുക, ഒരു കാന്തം പിടിവെട്ട പോലെയാണ്. അന്യ പെണ്ണുങ്ങളാണ്ട് കണ്ടാൽ അന്യ പെണ്ണുങ്ങൾ നമ്മൾ കാന്ത ഇരുമ്പ് കൂടി കണ്ട പോലത്തെ അവസ്ഥ. എന്താ പറയുക, കാന്താണ്. അന്യ പെണ്ണുങ്ങളെ കാണുക എന്നാൽ ഒരു കാന്താണ്. അത് ഉമ്മയുടെ പ്രായമുള്ളതാവട്ടെ, പെങ്ങളെ പ്രായമുള്ളതാവട്ടെ, മക്കളെ പ്രായമുള്ളതാവട്ടെ, അതൊന്നും നോട്ടമില്ല. അപ്പോൾ നമുക്കൊരു അഭിമാനം ഉണ്ടല്ലോ, നമ്മുടെ മുന്നിൽ വെച്ചിട്ട് മോശമായിട്ടൊക്കെ അന്യ പെണ്ണുങ്ങളോട് നമ്മൾ ഭർത്താക്കന്മാർ പെരുമാറുന്നു കാണുമ്പോൾ, അതിപ്പോൾ അന്യരല്ല, ഇനിയിപ്പോൾ സ്വന്തം ആയാലും ശരി, ഒരു പരിധി വിട്ടിട്ടുള്ള ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഞാനും പൊട്ടത്തിയൊന്നല്ല, ചോറനല്ല ഞാനും തിരണം. അപ്പോൾ എനിക്കും ഉണ്ടാവില്ല ഒരു ബുദ്ധിയും ഇതൊക്കെ. അപ്പോൾ അത് നമ്മളതിനെ തടയുമ്പോൾ, അതിനെ തടയുമ്പോൾ നമ്മൾ കുറ്റക്കാർ. അങ്ങനെ ആയിട്ട് എന്തായി, പിന്നെ ഒരു നിലക്കും പറഞ്ഞിട്ടും പിന്നെ പ്രവർത്തിച്ചിട്ടും പിന്നെ അത് നിൽക്കണില്ല എന്നുള്ളൊരവസ്ഥയായി. അപ്പം എന്ത് ചെയ്ത്, 8 മുറി 2 എന്നുള്ള രീതിയിൽ രണ്ടോടെ അങ്ങോട്ട് ആക്കി. അവർക്ക് അവരെ വഴി, അവരെ ഏതെങ്കിലും കാന്തം തിരഞ്ഞുകൊണ്ട് പൊക്കോട്ടെ, നമ്മുടെ മേൽക്കാവൊന്നും വരണ്ട, ആ കഞ്ഞി വേണ്ട, കഞ്ഞിക്കാലം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിട്ടതാണ്. എന്നിട്ട് ഇപ്പോഴും ഇത്രയും കാലം കഴിഞ്ഞ് 24 വർഷം കഴിഞ്ഞു, എന്നിട്ടും ഇപ്പോഴും ആ കാന്ത ഇരുമ്പും കൂടിയിട്ടുള്ള ഒപ്പിക്കൽ ഫുള്ളും നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. ഒന്നും വേണ്ട, ഒരു കാര്യവും വേണ്ട, ഒന്നും വേണ്ടാച്ചിട്ട് അങ്ങോട്ട് വിട്ടുകൊടുത്താലും പിന്നെ ഈ പറഞ്ഞ പോലെ ആളെന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടും അതവിടെ നിൽക്കുന്നില്ല. നമ്മളേനെ ഇങ്ങനെ പ്രലോഭിപ്പിക്കുക വന്നിട്ട്. അതായത് ഒന്ന് എന്തെന്നെ തെറിമുറി ഞാൻ എവിടെ നിന്ന് പറഞ്ഞാലും ശരി, അങ്ങോട്ട് മറുപടി ഒന്നുമില്ല. പക്ഷെ ചെയ്യേണ്ടത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണുണ്ട്. ഞങ്ങളത് ചെയ്യാണ്ടിരുന്നാലേ അവൾ വായടച്ച് പാത്തിരിക്കുള്ളൂ എന്നുള്ളതില്ല. ഞാനിവിടെ കിടന്ന് ചലച്ചാൽ 4 ആൾക്കാർക്കൊക്കെ കേൾക്കാം. അപ്പോൾ അവർക്കൊക്കെ ഈ നമുക്ക് ഭ്രാന്തായ കാണാൻ നല്ല രസമല്ലോ. അപ്പോൾ അവർക്ക് അതൊക്കെ ഇങ്ങനെ കേൾക്കാനൊരു രസം. അപ്പോൾ ഇവരാണെങ്കിലോ ഒന്നിട്ടും പറയണില്ല, അവർ മറുപടി ഒന്നും പറയണില്ല. കാരണം മറുപടി എന്താണ്, 2 കൈ കൊണ്ട് അടിച്ചാലും ഒച്ച ഉണ്ടാവുള്ളൂ എന്നുള്ള നിലപാടാവും ചിലപ്പോൾ. അപ്പോൾ പ്രലോഭനം ഉണ്ടാക്കുക, വല്ലയിടത്തും കിടക്കണ മനുഷ്യന്മാരെ വിളിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടിട്ട് എന്നെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ 3 പ്രാവശ്യമാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത്. എന്നിട്ട് അവർ ഒതുങ്ങിയിട്ടില്ല. അത്യാവശ്യം തന്തക്കും തള്ളക്കും പിന്നെ ചത്തുപോയ കാരണന്മാർക്കടക്കം ഞാൻ വിളിക്കുന്നുണ്ട്. എന്നിട്ടൊരു നാണോമാനില്ല. ഇന്ന് സ്വയമേ തോന്നണം, അതുമില്ല. എങ്ങനെ തോന്നാനാണ്? എങ്ങനെയാണ് തോന്നല്? എങ്ങനെ നാണോമാനം ഉണ്ടാവുക? എങ്ങനെയാണ്? ഈ 5 നേരം തലകുത്തി മറിയണൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അതിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇനിയിപ്പോൾ ആളെ പേരൊന്നും പറയണ്ട, ഇപ്പം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ആൾക്കാർക്ക്. ഇവിടെ ഒരു മനസ്സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു കോമ്പൗണ്ട്. ഒരു 2 വ്യക്തികളുണ്ട് ഇവിടെ, 2 എന്തിനാണ് അധികം? ഈ 2 വ്യക്തികൾ ഇവിടെ ഒരു മനസ്സമാധാനമായിട്ട് ഈ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇടക്കിടക്ക് ഇങ്ങനെ പ്രലോഭനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതൊക്കെ എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തള്ളാരുടെ അന്തസ് കുറവാണ്. ഇതിങ്ങനെ നാണോമാനില്ലാണ്ടൊക്കെ പെരുമാറാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റണം എന്തുകൊണ്ടാണെന്നറിയോ, തള്ളാരുടെ അന്തസ് കുറവാണ്. അങ്ങനെ തന്നെ പറയട്ടെ. പിന്നെ അതിലൊന്ന്
തന്തള്ളാരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർക്കണം. അവരുടെ ഏതെങ്കിലും തന്തള്ളാർ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ, അവർ എങ്ങനെ ആയിരുന്നു എന്ന് അറിയായിരുന്നു എങ്കിൽ നമ്മളത് പറയണത് പാപമാണ് അല്ലേ. അതിലൊന്നിൻ്റെ തന്തങ്ങനെ സ്നേഹത്തിൻ്റെ നിറകൂടായിരുന്നു. അറിയോ? സ്നേഹത്തിൻ്റെ നിറകുടം എന്ന് പറഞ്ഞാൽ അത്രക്ക് സ്നേഹത്തിൻ്റെ നിറകുട ഉള്ളൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനക്കാണ് ഇങ്ങനെ ഒരു ജനിച്ചിട്ടുള്ള മക്കൾ ഉണ്ടായിട്ട് വന്നിക്കണം. ഞാൻ വിചാരിക്കും നല്ല തന്തായിരിക്കും നല്ല മക്കൾ ജനിക്കും, ബോധമുള്ള തന്തായിരിക്കും ബോധമുള്ള മക്കളുണ്ടാവും. അല്ലെങ്കിൽ ബോധമുള്ള തള്ളാർക്ക് ഉണ്ടാവും ബോധമുള്ള മക്കൾ, നാണമാനുള്ള തള്ളാർക്ക് നാണമാനുള്ള മക്കളുണ്ടാവും, വിവരമുള്ള തന്തള്ളാർക്ക് വിവരമുള്ള മക്കളുണ്ടാവും. സ്നേഹിക്കാനും അറിയുന്ന തന്തള്ളാരാണെങ്കിൽ അവർക്ക് സ്നേഹിക്കാൻ അറിയുന്ന മക്കളുണ്ടാവും. ഇതിങ്ങനെ സ്നേഹത്തിൻ്റെ നിറകൂടായൊരു തന്തക്ക് ഇത്ര മടക്ക് മക്കളുണ്ടായോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. ഞാൻ പഠിച്ചവനോട് ചോദിക്കണേ, 24 മണിക്കൂർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ. അത്രക്ക് വെടക്കണം, മനസ്സിലാവണ്ട. ഈ കൊല്ലത്തിൽ 3 വർഷം 4 വർഷം ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാൽ മതി. ഞാൻ DGPക്ക് വരെ ഞാൻ പരാതി കൊടുത്താണ്. അത് DGPക്ക് വരെ ഇതിനെ സംബന്ധിച്ച് തന്നെ മുന്നുണ്ടായ ഒരു പ്രശ്നം വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാനത് കൊടുത്തത്. എന്നിട്ട് പോലും ഒതുങ്ങിയിട്ടില്ല. ഇവരൊക്കെ മനസ്സിലെന്തെന്നുണ്ടെങ്കിൽ മനസ്സിൽ തന്നെ അവളെ കണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ മത്തായി പറഞ്ഞ പോലെ ഉള്ളോ, അവളൊക്കെ എന്താ അവൾ അങ്ങോട്ട് ചെയ്യട്ടെ, അവൾ എന്തൊക്കെ ചെയ്യുന്നത് നോക്കട്ടെ. ഒരു വെല്ലുവിളിയാണ്. ഇതിപ്പോൾ എന്തായെന്നറിയോ? ഇത് നിർത്താത്ത എന്തുകൊണ്ടാണെന്നറിയോ? കൊതിപ്പിച്ചിട്ട് വല്ല ആണുങ്ങളെ വിളിച്ചെത്തി കൊതിപ്പിച്ചിട്ട് ആണത്തെ എന്താ വെച്ചെങ്കിൽ ഇത് ഇന്ന് കിട്ടും നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും വെച്ചിട്ട് ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് കിട്ടാണ്ടായപ്പോൾ വേറെ ഏതോ പോയിട്ട് അവിടെ പിടിച്ച് നേരാക്കി. ഇതിട്ട് കിട്ടിയില്ല, വേറെ അടുത്ത് പോയിട്ട് റെഡിയാക്കുകയും ചെയ്ത്. അപ്പം അത് പെരടിയിലുമായി. അപ്പോൾ ഇനിയിപ്പോൾ അത് ഏതാണ്ടൊക്കെ തീരുമാനമായി ഉണ്ടാവും. 4 കൊല്ലം കൊണ്ട് പൂതിയൊക്കെ മതിയായി ഉണ്ടാവും, ഏതാണ്ട് പഴയതായി ഉണ്ടാവും. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടി ചേർന്ന് നിന്നോക്കാനാണ്. അവിടെ പോയിട്ട് നേരാക്കിയത് ഇവിടെ ഏതിനേലും ഒന്നിനെ പിടിച്ച് നേരാക്കേണ്ടിയിരുന്നു. എന്നാലാണ് മനസ്സിലാവുള്ളിരുന്നു. ഇനിയിപ്പോൾ അവിടുത്തെ ഏതാണ്ട് മതിയായി ഉണ്ടാവും, ഏതാണ്ടൊക്കെ മതിയായി. പിന്നെന്താ പറയുക, പഴയതായി ഉണ്ടാവും ഇപ്പോൾ. അപ്പം ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കൂടി ചേർന്ന് ഇവിടെ ഇനിയിപ്പോൾ പ്രായപൂർത്തിയായവരൊക്കെ ഉണ്ട്, ചെറുപ്പക്കാരൊക്കെ. ആരെങ്കിലൊക്കെ കിട്ടും താപ്പ് നോക്കാച്ചിട്ടല്ലേ ഈ വരുന്നത്. വിളിക്കണവർ ചിന്തിക്കണില്ല, ഇന്നതാണെന്നുള്ളത് ചിന്തിക്കണില്ല. കയ്യിലുള്ളത് ഇങ്ങനെ വിളിച്ചെത്തുമ്പോൾ ആലോചിക്കണ്ടെന്ന് പറയില്ലേ നമ്മൾ. എല്ലാ ആണുങ്ങളെ പൈസ മേടിച്ചേക്കുമ്പോൾ ആലോചിക്കണ്ട, പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറയില്ലേ. ഓരോ പിന്നെ ആണുങ്ങളെ പിടിച്ച് പൈസ വാങ്ങി തിന്നിട്ട് പിന്നെ അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ. എന്ന പോലെ ഇതിനിപ്പോൾ ഓരം ചേർത്തിട്ട് ഇനിയും കൂട്ടിപ്പിടിച്ച് നിന്നോട്ടെ. പ്രായപൂർത്തിയായിട്ട് 2-3 അമ്മ നിൽക്കുന്നുണ്ട്. ഏതിനേലും ഒന്ന് പണിയിട്ടുമ്പോഴെങ്കിൽ മനസ്സിലാവുള്ളൂ. മറ്റത് ഏതാണ്ട് പഴയതായൊക്കെ കുപ്പായ ഒരു തുരുക്കിടുന്ന പോലെ തുരുക്കിടുന്ന സ്വഭാവമാണ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഭവിഷ്യത്തുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനാണെങ്കിലോ, എനിക്കാണെങ്കിൽ എൻ്റെ കണ്ണിന് തന്നെ നടക്കണ വഴി കൂടെ നടന്ന പ്രാന്താണ്. ഞാൻ എത്ര സന്തോഷമായിട്ടിരിക്കാനും വേണ്ട, എനിക്ക് എന്താണ് ആ ഒരു സമയത്ത് തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല. ആ നിലക്കാണ് എൻ്റെ അവസ്ഥ. അപ്പം എൻ്റെ ഒന്നും ഇങ്ങനെ ചൂടാക്കണം, ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ പാടില്ല. ഞാനിവിടെ 4 പുറത്ത് ഈ പറഞ്ഞ പോലെ 2 വീടൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ എനിക്ക് എപ്പോൾ കയറി ചെല്ലാനും എപ്പോൾ വന്ന് അവരെ വാതിലൊന്ന് എടുത്തുറന്ന് തിന്നാനും പിന്നെ ഇന്ത്യത്ത് എന്തിനുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കാനും എല്ലാവരും സ്വാതന്ത്ര്യമുള്ള വീടുകളാണ്. ഈ 2 ചട്ടയുള്ള വീടൊഴിച്ച് ബാക്കിയുള്ളത്. അപ്പം ഞാനിവിടെ കിടന്നിട്ട് തൊള്ള തന്നെ വിളിച്ച് പറഞ്ഞാലല്ല അവരെന്നെ വെറുക്കുള്ളൂ. അതിനാണ് ഈ പണി ചെയ്യണത്, മനസ്സിലാവണ്ട.
ഓരോരോ ജാതികൾ മനുഷ്യനെ ജനിക്കുമ്പോൾ തന്തക്കും തളക്കും ജനിക്കണം. ഇതിങ്ങനെ കരിവാൻ്റെ അലയെ കൊണ്ട് തല്ലി നിർത്തിയിട്ട് കൊണ്ടുവന്ന ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചെയ്യാവുന്നത് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെ വഴിയുള്ളൂ. വീഡിയോ എടുക്കുക, നാട്ടുകാരെ അറിയിക്കുക. അപ്പം ഇനി നാണോമാനം വരുമോ നോക്കാലോ. അപ്പോൾ ഓക്കെ എന്നാലും കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.